ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു സ്റ്റോറിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അലീനയെ സ്റ്റാലിൻ ജോസഫിൻ്റെ കയ്യിൽ ഏൽപ്പിക്കാൻ തന്നെയാണ് തീരുമാനം. 2 ദിവസത്തിനുള്ളിൽ അവൾ ഈ വീട് വിട്ട് പോകുമെന്ന് അറിയിക്കുന്നുണ്ട്. ശിവശങ്കരനോടാണ് ബാലേന്ദ്രൻ ഇക്കാര്യം പറയുന്നത്. അപ്പോൾ ശിവശങ്കരൻ ചോദിക്കുന്നുണ്ട്, അല്ല ബാലേന്ദ്ര, നീ എവിടേക്കാണ് അവളെ ഈ പറഞ്ഞുവിടാൻ നോക്കുന്നത്? അത് തൽക്കാലം നിങ്ങൾ അറിയണ്ട. എന്തായാലും സുരക്ഷിതമായ ഒരിടത്തേക്ക് മാത്രമേ ഞാൻ അവളെ അയക്കത്തുള്ളൂ. ഇത് നിങ്ങളുടെ പെങ്ങളെ പേടിച്ചിട്ടൊന്നുമല്ല. അവളെന്നോട് ആവശ്യപ്പെട്ട ഒരേ ഒരു കാര്യം ഇതായിരുന്നു, ഞാൻ ഇവിടം വിട്ടു പോകട്ടെ എന്ന്. ഇനിയും അവളെ ഇവിടെ നിർത്തി കഷ്ടപ്പെടുന്നത് ശരിയല്ല. അവൾ വിചാരിച്ചിരിക്കുന്നത് അവളിവിടെ നിന്ന് പോയാൽ ഈ കുടുംബം രക്ഷപ്പെടുമെന്നാണ്. അവൾ പോയി കഴിഞ്ഞാൽ ഇവിടെയുള്ളവരെല്ലാവരും സന്തോഷത്തോടെ കഴിയുമെന്നാണ് അവളുടെ വിചാരം. പക്ഷേ അവൾക്കറിയില്ലല്ലോ അവളുടെ അമ്മയുടെ സ്വഭാവം. അല്ല ബാലേന്ദ്ര, എന്താ നിന്റെ തീരുമാനം? ഞാൻ എന്ത് തീരുമാനിക്കാൻ? വൈജയന്തി ഉറപ്പിച്ചല്ലേ ഈ വീട് വിട്ടു പോകണമെന്നും ബന്ധം വേർപിരിയണമെന്നും ഒക്കെ അവളുടെ തീരുമാനം. അതൊക്കെ തന്നെയാണ് എൻ്റെ ആഗ്രഹം. എന്നാൽ എൻ്റെ മക്കളെ ഓർത്തും അലീനയുടെ നിർബന്ധം കൊണ്ടും മാത്രമാണ് അവളെ ഞാൻ ഇവിടെ നിന്ന് പറഞ്ഞു വിടാത്തത്. അല്ല, നിന്റെ മക്കൾക്ക് ഇഷ്ടമാണോ അലീന ഇവിടെ നിന്ന് പോകുന്നത്? എവിടുന്ന്? അവർ 3 പേർക്കും അവൾ ഇവിടുന്ന് പോകുന്നതിനോട് ഒട്ടും തന്നെ താല്പര്യമില്ല. അവർ വളരെ സങ്കടത്തിലാണ്. അല്ല ബാലേന്ദ്ര, വൈജയന്തിയോട് ഒന്നുകൂടെ സംസാരിച്ചാലോ? അല്ല, എന്ത് സംസാരിക്കാനാണ്? അവളോട് ഒന്നും സംസാരിച്ചിട്ട് ഒരു കാര്യമില്ല. ശിവേട്ടൻ അറിയാവുന്നതല്ലേ അവളുടെ സ്വഭാവം. അതെ, എന്തായാലും അവൾ മുന്നോട്ട് വെച്ച കാല് പിന്നോട്ട് വെക്കുമെന്ന് നമുക്കറിയില്ലല്ലോ. എന്തായാലും നമുക്ക് മക്കളെ കൊണ്ടുവന്ന് അവളോട് സംസാരിപ്പിക്കാം. അങ്ങനെ കൃഷ്ണമോളും രോഹിത്തും ഭവിതയും കൂടെ പറയുന്നുണ്ട്, അമ്മയോട് നമുക്കൊന്ന് സംസാരിച്ചാലോ? അലീന ചേച്ചിയെ കൊണ്ട് നമുക്ക് ആർക്കും ഒരു ഉപദ്രവം ഉണ്ടായിട്ടില്ലല്ലോ. അമ്മയോട് നമുക്ക് സംസാരിക്കാം. കൃഷ്ണനും അലീന ചേച്ചി എങ്ങോട്ടും പോകണ്ട, ഇവിടെ നിൽക്കട്ടെ എന്ന്. അങ്ങനെ കൃഷ്ണയും ഭവിതയും രോഹിത്തും കൂടെ വൈജയുടെ റൂമിലേക്ക് ചെല്ലുന്നുണ്ട്. 3 പേരെയും ഒന്നിച്ച് കാണുമ്പോൾ വൈജയുടെ ഉള്ളിൽ ഒരുപാട് സന്തോഷമുണ്ടെങ്കിലും ദേഷ്യം പിടിച്ച് തന്നെ വൈജ ചോദിക്കുന്നുണ്ട്, അല്ല, എന്താ 3 പേരും കൂടെ? ഞാൻ ഒരാളിവിടെ ഉണ്ടെന്നുള്ള കാര്യം പോലും നിങ്ങൾക്ക് ഓർമ്മയില്ലല്ലോ. നിങ്ങളന്ന് ഈ റൂമിലേക്ക് വന്ന് നോക്കാറ് കൂടിയില്ല. അതിന് അമ്മ പുറത്തോട്ടൊന്നും ഇറങ്ങാറേ ഇല്ലല്ലോ. പുറത്തേക്കൊക്കെ ഇറങ്ങായിരുന്നു. നിന്റെ അച്ഛനും അവളും ചേർന്ന് എന്നെ അടിച്ചിറക്കി വിട്ടതിന് തുല്യമായി പറഞ്ഞു വിട്ടില്ലായിരുന്നെങ്കിൽ. എനിക്ക് ആക്സിഡൻറ്റ് സംഭവിച്ചിട്ട് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതും എൻ്റെ അവസ്ഥയും അതുതന്നെയായിരുന്നു. അമ്മ ഇങ്ങനെ വെറുതെ കള്ളത്തരം പറയരുത്. അതിന് അമ്മയെ ആരോ ഇവിടുന്ന് അടിച്ചിറക്കി വിട്ടത്? അമ്മയുടെ സ്വന്തം ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയതല്ലേ. എന്തുകൊണ്ട്? നിന്റെ അച്ഛന് എന്നെ വേണ്ട, അവളെ മാത്രം മതി എന്ന് പറഞ്ഞതുകൊണ്ട്. ഞാൻ വീട് വിട്ടിറങ്ങിപ്പോയാലും ഒരു പ്രശ്നവുമില്ല, അവളെ പറഞ്ഞയക്കില്ല എന്ന് വാശി പിടിച്ചതുകൊണ്ടല്ലേ. അല്ല, അമ്മ ദേഷ്യപ്പിടിച്ച് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിട്ട് അച്ഛൻ എന്ത് നഷ്ടമാണ് സംഭവിച്ചേ? ഒന്നും സംഭവിച്ചില്ല. സംഭവിച്ചത് നഷ്ടം മുഴുവൻ അമ്മയ്ക്കാണ്. അത് ഞാൻ സഹിച്ചു. മക്കൾ, നിങ്ങൾ എൻ്റെ നഷ്ടം ഓർത്ത് സങ്കടപ്പെടണ്ട. ഇതിനെക്കാട്ടിലും വലിയ നഷ്ടം സഹിച്ചവളാണ് ഈ വൈജയന്തി. അല്ല, അമ്മയുടെ കൈയും കാലും ഒക്കെ ശരിയായോ? ഓ, എന്തൊരു സ്നേഹം! ഇപ്പോഴാണോ അമ്മയുടെ കൈയിൻ്റെയും കാലിൻ്റെയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നത്? അതിന് അമ്മയോട് എന്തെങ്കിലും ചോദിക്കാൻ പറ്റുമോ? എന്ത് ചോദിച്ചാലും മുള്ളും മനയും വെച്ചുള്ള സംസാരമല്ലേ അമ്മയുടെ വായിന്ന് വരുള്ളൂ എന്ന് പറഞ്ഞത് തന്നെ രോഹിത്താണ്. വൈജയന്തി അവനെ രൂക്ഷമായിട്ടൊന്ന് നോക്കുന്നുണ്ട്. നീ മിണ്ടരുത്, ഒരു മാന്യം വന്നിരിക്കുന്നു. മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയാക്കി കളഞ്ഞു. നാണക്കേട് കാരണം മനുഷ്യൻ്റെ മുഖത്ത് നോക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ഹോസ്പിറ്റലിലായിരുന്നിട്ട് കൂടി പുറത്തിറങ്ങിയപ്പോൾ നാട്ടുകാരെ കാണുമ്പോൾ തന്നെ പറയാൻ തുടങ്ങി, ദേ പീഡനക്കേസിലെ പ്രതിയുടെ അമ്മ പോകുന്നുവെന്ന് എന്നൊക്കെ പറഞ്ഞ് നാട്ടുകാർ കൈകൊട്ടി ചിരിക്കുമായിരുന്നടാ, നാണം കെട്ടവനെ. എന്നിട്ട് അവനിപ്പോൾ എന്നെ വിസ്തരിക്കാൻ വന്നിരിക്കുന്നു. ഇതുപോലൊരുത്ത് എൻ്റെ വയറ്റിൽ വന്ന് ജനിച്ചല്ലോ എന്നോർത്ത് കരയാത്തൊരു ദിവസം പോലും ഇല്ലായിരുന്നു എനിക്ക്. ഇത് കേട്ടപ്പോൾ തന്നെ രോഹിത്തിൻ്റെ മുഖം താണു. ഭവിത അവനെ നോക്കി. ആകപ്പായുടെ മുഖം വാടിയിരിക്കുന്നു. ഭവിത അപ്പോൾ പറഞ്ഞു, ഈ അമ്മയുടെ വയറ്റിൽ വന്ന് പിറന്നതുകൊണ്ട് തന്നെയാണ് രോഹിത്തേട്ടൻ അങ്ങനെ ഒരു അബദ്ധത്തിൽ പോയി ചാടിയത്. ഞാൻ കാരണമാണോടി ഈ തെമ്മാടി പീഡനക്കേസിലെ പ്രതിയായത്? രോഹിത്തിൻ്റെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് വായിച്ച് ചോദിക്കുന്നുണ്ട്. അമ്മ തന്നെയാണ് കാരണം. അമ്മയുടെ തന്നിഷ്ടത്തിന് വീട് വിട്ട് ഇറങ്ങിപ്പോയി. രോഹിയേട്ടനെ തടയാനോ നിയന്ത്രിക്കാനോ ഒന്നും ആരുമില്ലാതെയായിപ്പോയി. അമ്മ വീട്ടിലുണ്ടായിരുന്നെങ്കിൽ രോഹിത്തേട്ടനെ നിയന്ത്രിക്കാനും എടുക്കാനും ഒക്കെ ഒരാളുള്ളപ്പോൾ ഒരിക്കലും ഒരു മകനും ഇങ്ങനെ പിഴച്ചു പോവില്ല. ഓഹോ, ഇപ്പം അങ്ങനെയാണോ എല്ലാ വീടുകളിലും സംഭവിക്കുന്നത്? വേറൊരുത്തനും ഉണ്ടായിരുന്നല്ലോ കൂട്ടിൽ, ഹരിയേട്ടൻ. അവൻ ഇപ്പോഴും ജയിലിൽ കിടക്കുമല്ലേ. അതൊക്കെ അമ്മയ്ക്ക് വലിയൊരു അഭിമാനമായിരിക്കുമല്ലേ. അമ്മ ഒരു കാര്യം ഓർത്തു. അലീന ചേച്ചി ഉണ്ടായിരുന്നത് കൊണ്ട് മാത്രമാണ് രോഹിയേട്ടൻ ഇങ്ങനെ വന്ന് അമ്മയുടെ മുന്നിൽ നിൽക്കുന്നത്. അലീന ചേച്ചിയോ? എന്നു മുതലാടി അവൾ നിനക്ക് ചേച്ചിയായത്? എന്നോട് അലീന ചേച്ചിക്ക് ഒരു അനിയത്തിയോടുള്ളതുപോലെയുള്ള സ്നേഹമാണുള്ളതെന്ന് എനിക്ക് മനസ്സിലായി.
അലീന ചേച്ചി ഉള്ളത് കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇല്ലെങ്കിൽ രോഹിത്തേട്ടനെ പോലെ എൻ്റെ ജീവിതവും വഴിപിഴച്ചു പോയേനെ. വൈജയന്തി ഒരു പുച്ഛഭാവത്തിൽ ചുണ്ടിങ്ങനെ നീട്ടി എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛനെ മാത്രമല്ല എൻ്റെ മക്കളെയും അവൾ മയക്കിയെടുത്തു. സംശയം എന്താ, ഞങ്ങൾ 3 പേരും അലീന ചേച്ചിയുടെ സ്നേഹത്തിൽ മയങ്ങിപ്പോയവരാ. ഞങ്ങൾക്കതിൽ സന്തോഷം മാത്രമേ ഉള്ളൂ. ഈ രോഹിയേട്ടനെ രക്ഷിക്കാൻ വേണ്ടി അലീന ചേച്ചി എന്തുമാത്രം ക്ഷമിക്കുകയും സഹിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞങ്ങൾക്കറിയാം. എല്ലാവരും ഫേസ് ചെയ്യാനാവാതെ മനസ്സ് തകർന്ന അവസ്ഥയിലാണ് രോഹിയേട്ടൻ ജയിലിൽ നിന്ന് തിരികെ വീട്ടിലേക്ക് എത്തിയത്. ആ രോഹിയേട്ടൻ തലയോർത്തി പിടിച്ച് ഇപ്പം ഇങ്ങനെ നടക്കുകയും കോളേജിൽ പോവുകയും തിരിച്ച് കോളേജിലേക്ക് എടുക്കുകയൊക്കെ ചെയ്തതിന് കാരണം അലീന ചേച്ചിയാണ്. ഇത്രയും ദിവസത്തിനോടിടയ്ക്ക് അമ്മ മാത്രമേ രോഹിയേട്ടനെ കുറ്റപ്പെടുത്തി സംസാരിച്ചിട്ടുള്ളൂ. മറ്റുള്ളവർ രോഹിയേട്ടനെ കുറ്റപ്പെടുത്തുമ്പോൾ ആ ഏട്ടന് സ്വന്തം താങ്ങായിട്ട് നിൽക്കേണ്ടവളല്ലേ അമ്മ. എന്നിട്ട് എല്ലാവരും മറന്നിട്ടും ആ അമ്മ തന്നെ അത് മനസ്സിലിട്ട് കുത്തി നോവിച്ചുകൊണ്ടിരിക്കുക. അമ്മയ്ക്ക് തന്നെ അറിയാമല്ലോ എനിക്ക് അലീന ചേച്ചിയോട് എന്തുമാത്രം വെറുപ്പുണ്ടായിരുന്നുവെന്ന്. അത്രയും വെറുപ്പ് കാണിച്ച എന്നോട് അലീന ചേച്ചിക്ക് വേണമെങ്കിൽ വെറുക്കാമായിരുന്നു. എന്നാൽ ഞാൻ ചെയ്തതും പറഞ്ഞതുമെല്ലാം ചേച്ചി എന്നോട് ക്ഷമിച്ചു. എന്നെ വെറുക്കുന്നതിന് പകരം എന്നെ സ്നേഹിച്ചു. എനിക്ക് സങ്കടവും വിഷമമൊക്കെ ഉണ്ടായപ്പോൾ എൻ്റെ കൂടെ നിന്നു. നിങ്ങൾക്കിപ്പോൾ നന്നായിട്ടറിയാം അലീന ചേച്ചി ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്ന്. എല്ലാം അമ്മയുടെ തെറ്റിദ്ധാരണയാണ്. ആ തെറ്റിദ്ധാരണ മാറ്റാതെ ഒരിക്കലും അമ്മയ്ക്കൊരു സമാധാനം ഉണ്ടാവില്ല. ഇതെല്ലാം കേട്ട് വൈജയന്തി പറഞ്ഞു, എന്നാൽ പിന്നെ എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യ്, അലീന ചേച്ചിയുടെ കൂട്ടത്തിൽ തന്നെ ഇനി അങ്ങോട്ടുള്ള കാലം ജീവിച്ചോ. നിങ്ങളുടെ അച്ഛനും അതാണല്ലോ സന്തോഷം. നെടുമ്പുരയ്ക്കൽ ബാലചന്ദ്ര മേനോന് പിന്നെ ഭാര്യയായിട്ട് ഈ വൈജയന്തി ഉണ്ടാവില്ല. അവൾക്ക് വേണ്ടി ഞാൻ വഴിമാറി തന്നേക്കാം. ഇപ്പോൾ നിങ്ങൾ അലീന ചേച്ചി എന്നാണല്ലോ വിളിക്കുന്നത്. ഇനി അങ്ങോട്ട് അലീന അമ്മ എന്ന് വിളിച്ചോളൂ. അതിനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്തു തരണമെന്ന് നിങ്ങൾ തന്നെ നിങ്ങളുടെ അച്ഛനോട് പറഞ്ഞോളൂ. അല്ല അമ്മയ്ക്കിതെന്താ പറ്റിയേ? അമ്മ എപ്പോഴും ഈ തലതിരിഞ്ഞ രീതിയിൽ ചിന്തിക്കുള്ളൂ. ഇത്രയെല്ലാം പറഞ്ഞിട്ടും എടുത്തിട്ടും അമ്മയ്ക്ക് എന്താ ഈ സത്യമൊന്നും മനസ്സിലാവാത്തത്? സത്യം മനസ്സിലാക്കാത്തത് എനിക്കല്ല, നിങ്ങൾക്കാണ്. നിങ്ങൾക്ക് അവൾ കൈവിഷം വല്ലതും തന്നു കാണും. ഞങ്ങളിപ്പോൾ വന്നത് അമ്മയുടെ കാല് പിടിക്കാനല്ല. അലീന ചേച്ചിയെ പറഞ്ഞയക്കാതെ നമ്മുടെ വീട്ടിലേക്ക് അമ്മയ്ക്ക് വരാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ നമുക്കെല്ലാവർക്കും കൂടെ അവിടെ സന്തോഷമായിട്ട് കഴിയാം. എനിക്കത്രയ്ക്ക് സന്തോഷവും സമാധാനവും ഒന്നും വേണ്ട. അവളെ ആ വീട്ടിൽ നിന്ന് ഇറക്കി വിടാതെ ആ വീട്ടിലേക്ക് കാലുകുത്തില്ലെന്ന് പറഞ്ഞവളാണ് ഞാൻ. അവൾ എന്ന് ആ വീട്ടിൽ വന്നു കയറി അന്ന് തുടങ്ങിയതാണ് ഈ പ്രശ്നങ്ങൾ. ഇനി അവൾ അവിടെ നിന്ന് പോകാതെ എന്തായാലും ഞാൻ അങ്ങോട്ടേക്കില്ല. അമ്മ ഈ പറയുന്നതല്ല, അമ്മ ചെയ്തു കൂട്ടിയ ഓരോരോ പ്രവൃത്തിയുടെ ഫലം തന്നെയാണ് എന്ന് ബബിത പറയാണ്. അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാം. എന്നെ വേണമെങ്കിൽ എന്നെ, അതല്ല അവളെ മതിയെങ്കിൽ അങ്ങനെ. എന്തായാലും 2 പേരും കൂടെ ഒന്നിച്ചൊരു വീട്ടിൽ വേണ്ട. അങ്ങനെ അമ്മയുടെ ഇഷ്ടം മാത്രം നോക്കിയാൽ മതിയോ? അച്ഛൻ്റെ ഇഷ്ടം നോക്കണ്ടേ? ഞങ്ങളുടെ ഇഷ്ടം നോക്കണ്ടേ? ഒരു വീടാവുമ്പോൾ എല്ലാവരുടെയും പരസ്പര ഇഷ്ടാനിഷ്ടങ്ങൾ മനസ്സിലാക്കണ്ടേ? അതല്ലേ മര്യാദ? അപ്പോൾ വൈജയന്തി പറയുന്നുണ്ട്, അതിന് മറ്റുള്ളവരുടെ ഇഷ്ടാനിഷ്ടങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ ഈ വൈജയന്തിയെ കിട്ടില്ല. അമ്മേ, അലീന ചേച്ചി പോകാൻ നിൽക്കുകയാണ്. അമ്മ കാരണമാണ് ചേച്ചി ഇവിടെ നിന്ന് പോകുന്നതെങ്കിൽ ഞങ്ങളുടെ മുമ്പിൽ അമ്മ ചെറുതായി പോകും. അതേസമയം അലീന ചേച്ചി ഇവിടെ നിന്ന് പോകണ്ടെന്ന് അമ്മ പറഞ്ഞാൽ ഞങ്ങളുടെ മനസ്സിൽ അമ്മയ്ക്ക് ഉള്ള സ്ഥാനം അത്രയും വലുതാവും. വേണ്ട വേണ്ട, എൻ്റെ വയറ്റിൽ വന്ന് പിറന്നവരല്ലേ നിങ്ങൾ 3 പേരും. മലമൂത്ര വിസർജനത്തിൽ കിടന്ന നിങ്ങളെ 3 പേരെയും വളർത്തി ഇത്രയും ആക്കിയത് ഞാനല്ലേ. ആ നിങ്ങൾ എനിക്ക് പ്രത്യേകിച്ച് സ്ഥാനവും വലിപ്പമൊന്നും കൽപ്പിച്ചു തരണ്ട. അല്ലെങ്കിൽ നിങ്ങളുടെയൊന്നും സ്വഭാവ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല വൈജയന്തി ജീവിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വൈജയന്തി നിർത്തി. ബബിത നിരാശയോടുകൂടി രോഹിത്തിനെ നോക്കി. അവരേറ്റെടുത്ത ദൗത്യം പരാജയപ്പെട്ടുവെന്ന് അവർക്ക് നന്നായി ബോധ്യമായിരുന്നു. മനുവിൻ്റെ ഫോണിലേക്ക് വിളിച്ച് അലീന കാത്തിരുന്നു. ഫോൺ റിങ് ചെയ്യുന്നുണ്ട്. മനു ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ, എന്താ അലീന, എന്തുണ്ട് വിശേഷം? മനു ആണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ അലീന പറയുന്നുണ്ട്, അത് പിന്നെ മനുവേട്ട, ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടി വിളിച്ചതാണ്. അല്ലെങ്കിൽ നീ പ്രധാനപ്പെട്ട എന്തെങ്കിലും കാര്യം പറയാൻ വേണ്ടി മാത്രമല്ലേ എന്നെ വിളിക്കാറുള്ളൂ, അല്ലാതെ കുശലാന്വേഷണത്തിനൊന്നും വിളിക്കാറില്ലല്ലോ. പ്രധാനമുള്ള കാര്യങ്ങൾ വിളിച്ചു പറയുന്നത് തന്നെ അതിൻ്റേതായ ഒരു സ്നേഹമുള്ളത് കൊണ്ടല്ലേ മനുവേട്ട? ആണോ? അതൊരു വഴിപാട് പോലെ ആയിപ്പോയല്ലോ. ഞാൻ എന്തൊക്കെ ചെയ്താലും മനുവേട്ടന് എപ്പോഴും പരാതി മാത്രമേ ഉള്ളൂ. എനിക്കത് എത്ര കിട്ടിയാലും മതിയാവില്ല. നീ വല്ലപ്പോഴും തരുന്ന ഈ സ്നേഹം ഒരാഴ്ച പട്ടിണി കിടന്നവന് കിട്ടുന്ന മുട്ടായി പോലെയാണ്. അതൊക്കെ പോട്ടെ, നിനക്കെന്താ സുഖമാണോടി? എനിക്കെന്നും സുഖക്കുറവ്, സുഖവും സന്തോഷവും എല്ലാം ഉണ്ട്. പക്ഷേ ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല മനുവേട്ട, ഞാൻ ഇവിടുന്ന് പോവാണെന്ന്. നീ എവിടെ പോവാന്ന്? നീ എന്തായി പറയുന്നേ? അത് മനുവേട്ട, ഞാൻ ഇവിടുന്ന് പോവുക. നീ എങ്ങോട്ട് പോവാന്ന്? അതെനിക്കറിയില്ല. നീ ഇത് എന്തൊക്കെയാ പറയുന്നേ? അതെ, ഞാൻ പറയുന്ന സത്യ. അച്ഛനാ പറഞ്ഞേ പോകാമെന്ന്.
അങ്ങനെ അവിടെ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അലീന മനുവിനോട് പറയുന്നുണ്ട്. എല്ലാം കേട്ട് കഴിയുമ്പോൾ മനുവിന് ആകപ്പാടെ ഒരു ആശങ്കയും ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നീ എന്താ ഇതെന്നോട് നേരത്തെ പറഞ്ഞത്? അത് പിന്നെ 2 ദിവസം മുമ്പ് തീരുമാനം എടുത്തതാണ്. അതുകൊണ്ടാണ് മനുവേട്ട പറയാതിരുന്നത്. ആലോചനയായിരുന്നു പോലും. ആ കാര്യം നീ എൻ്റെ ഒരിക്കൽ പറഞ്ഞില്ല. രോഹിത്തിനെ കൊണ്ട് എറണാകുളം പോയതും കൊല്ലത്ത് പോയതും ചിന്നുമോളെ കാണാൻ പോയതും അങ്ങനെ എല്ലാ കാര്യവും നീ എൻ്റെ ഒരിക്കൽ പറഞ്ഞു. എന്നാൽ ഇക്കാര്യം മാത്രം നീ എൻ്റെ ഒരിക്കൽ പറഞ്ഞില്ല. അപ്പോൾ നിന്റെ മനസ്സിൽ എൻ്റെ സ്ഥാനം ഇത്രയൊക്കെ ഉള്ളൂ അല്ലേ? അത് പിന്നെ ആരെയും വിഷമിപ്പിക്കണ്ട എന്ന് കരുതിയിട്ടാ മനുവേട്ട ഞാൻ ഇതൊന്നും പറയാതിരുന്നത്. എനിക്കെന്ത് സങ്കടം? നീ ഇവിടുന്ന് പോകുമെന്ന് പറഞ്ഞാൽ എനിക്കെന്ത് സങ്കടം വരാനാ? അതിന് നീ എൻ്റെ ആരാ? എനിക്കൊരു വിഷമവും ഇല്ല. നീ എങ്ങോട്ട് വേണമെങ്കിലും പൊക്കോ എന്നും പറഞ്ഞ് കോള് കട്ടായി. അലീനയാണെങ്കിൽ ഫോണും കൈവച്ച് കുറേ നേരം മിണ്ടാതെ നിന്നു. അതിനുശേഷം നിറകണ്ണുകളോടെ ഫോൺ അടച്ചതിന് ശേഷം അവിടെ നിന്ന് പിന്തിരിഞ്ഞു പോയി. കുറച്ച് സമയത്തെ നിശബ്ദതയ്ക്ക് ശേഷം വീണ്ടും ഫോൺ റിങ് ചെയ്തു. അലീന പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തു. ഹലോ. ഹലോ അലീന. മനുവിൻ്റെ ശബ്ദമായിരുന്നു. നീ എന്നെ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ ഞാൻ കോള് കട്ട് ചെയ്തതും ദേഷ്യം. സോറി അലീന, സോറി. ഇതോടെ കേട്ടപ്പോഴത്തേനും അലീനയുടെ മിഴികൾ അപ്പോഴും നിറഞ്ഞു. അലീന, 2 ദിവസത്തിനുള്ളിൽ ഞാൻ അങ്ങോട്ടേക്ക് വരും. ഞാൻ വന്നതിന് ശേഷം മാത്രമേ നീ അവിടെ നിന്ന് പോകാവുള്ളൂ, എവിടെ പോയാലും. അലീന മൂളി. അങ്ങനെ ഫോൺ വീണ്ടും കട്ടായി. അപ്പോഴത്തേക്കിനും ഫ്രീഡിൻ്റെ ഫ്രണ്ടിൽ ഒരു വണ്ടി വന്ന് നിൽക്കുന്ന സൗണ്ട് കേട്ട് അലീന മുറ്റത്തേക്ക് വന്നു. കാറിൽ നിന്നും ബബിതയും കൃഷ്ണയും രോഹിത്തും ഇറങ്ങുന്നുണ്ടായിരുന്നു. 3 പേരുടെ വരവും നടപ്പും കണ്ടപ്പോൾ തന്നെ അലീനയ്ക്ക് കാര്യം മനസ്സിലായി. പോയ കാര്യം എന്തായാലും നടന്നിട്ടില്ല. അവർ വീണ്ടും ഓരോന്നും ചോദിച്ച് വിഷമിപ്പിക്കണ്ട എന്ന് കരുതി അലീന അവരോട് ഒന്നും ചോദിച്ചില്ല. 3 പേരും റൂമിലേക്ക് പോയി. രോഹിത്ത് അലീനയെ നോക്കി ഒന്ന് തലകുലുക്കിയ ശേഷം നേരെ റൂമിലേക്ക് പോയി. അവരെ കണ്ടപ്പോൾ ബാലേന്ദ്രൻ ചോദിച്ചു, എന്തായി? എന്തു പറ്റി? പോയ കാര്യം നടന്നില്ല അല്ലേ? വെറുതെ പെട്രോള് കത്തിച്ചത് മിച്ചം അല്ലേ എന്നിങ്ങനെ ബാലേന്ദ്രൻ ചോദിക്കുന്നുണ്ട്. ഈ സമയം കൃഷ്ണമോള് ടേബിളിൽ നിന്ന് വെള്ളമെടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോൾ അലീന ചോദിക്കുന്നുണ്ട്, മോക്ക് ചായ വേണോ? വേണ്ടേ ചേച്ചി? അലീന ചോദിച്ചു. അമ്മയെ കണ്ടോ? കണ്ടു ചേച്ചി. എന്തു പറഞ്ഞു? അമ്മയുടെ വാശി ഒരിക്കലും അമ്മ വിട്ടുകൊടുക്കില്ല. ഈ സമയത്ത് വൈജ തിരികെ കമലയുടെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. വൈജയെ കണ്ടപാടെ കമല ഓടി വരുന്നുണ്ട്. കമല ഓടി വന്ന് വൈജയോട് ചോദിക്കുന്നുണ്ട്, ആഹാ വൈജയ്, നിനക്കിപ്പം എങ്ങനെയുണ്ട്? നടക്കാനൊക്കെ പറ്റുന്നുണ്ടോ? ഇപ്പം കുഴപ്പമില്ല, ചെറുതായിട്ടൊക്കെ നടക്കാം. എന്തായി? ഇവിടെ ഉള്ളവരൊക്കെ എവിടെ പോയി? ശിവേട്ടനൊന്നും ഇവിടെ ഇല്ലേ? ഉണ്ട്, എല്ലാവരും ഉണ്ട്. നീ വന്ന കാര്യം പറ. അലീനയുടെ കാര്യം എന്തായി? അല്ല, ഹരിയുടെ കാര്യം എന്തായി? എന്താവാൻ? രോഹിതും പുറത്തിറങ്ങി, മറ്റു 2 പേരും ജാമ്യത്തിൽ ഇറങ്ങി. ഇനി ഇറങ്ങാനുള്ളത് ഹരി മാത്രമാണ്. എന്ത് ചെയ്യാനാ? അലീന വിചാരിച്ചിരുന്നെങ്കിൽ ഇതിനു മുമ്പേ ഹരിക്കും പുറത്തിറങ്ങാമായിരുന്നു. അപ്പോൾ വൈജ പറയുന്നുണ്ട്, നീ എന്തൊക്കെയാകാം ഏട്ടത്തി പറയുന്നത്? അലീന വിചാരിച്ചിട്ട് രോഹിയും അതേപോലെ ഹരിയും വെളിയിൽ ഇറങ്ങി നടക്കുന്നതിനെക്കാട്ടിലും നല്ലത് അവർ ജയിലിൽ തന്നെ കിടക്കുന്നതാണ്. അവളുടെ ഔദാര്യത്തിൽ ആരും പുറത്തിറങ്ങി നടക്കണ്ട. അപ്പോൾ രോഹിത്ത് പുറത്തിറങ്ങിയതോ അത് അലീന കാരണമല്ലേ? അലീന കാരണമൊന്നുമല്ല. അവൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് അവൻ പുറത്തിറങ്ങിയത്. അപ്പോൾ എൻ്റെ ഹരി തെറ്റ് ചെയ്തു എന്നാണോ വൈജ നീ പറയുന്നത്? പിന്നല്ലാതെ, അവൻ തെറ്റ് ചെയ്തിട്ടില്ലേ? അവനല്ലേ പാവം പിടിച്ച ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വശത്താക്കി ഒരു വീട്ടിലേക്ക് കൊണ്ടുവന്ന് അവൻ്റെ കൂട്ടുകാർക്ക് മൊത്തം കാഴ്ചവെച്ചത്. അപ്പോൾ അവൻ തെറ്റുകാരനല്ലേ? അവൻ ചെയ്തത് എത്ര നീചപ്രവൃത്തിയാണ്. ഇത് കേൾക്കുമ്പോൾ കമലയ്ക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. കമല അങ്ങ് കയറി പോവാണ്. വൈജ നേരെ അവളുടെ അമ്മയുടെ അരികിലേക്ക് ചെല്ലുകയാണ്. വൈജയെ കണ്ടതും അമ്മയ്ക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. അമ്മ ചോദിക്കുന്നുണ്ട്, മോളെ, നിന്നെ കണ്ടതിൽ എനിക്ക് ഒരുപാട് സന്തോഷമായി. നീ ഹോസ്പിറ്റലിൽ നിന്ന് പോയ കാര്യമൊക്കെ ഞാൻ അറിഞ്ഞിരുന്നു. പക്ഷേ നീ ഇതുവരെ ഇങ്ങോട്ടേക്ക് വന്നില്ലല്ലോ. അതിന് ഇങ്ങോട്ടൊന്നും വരാൻ പറ്റിയ സാഹചര്യമല്ലായിരുന്നു അമ്മേ. ആങ്ങളമാർ 2 പേരും കൂടി എന്നെ പിടിച്ചു കെട്ടി അവിടെ കൊണ്ടാക്കിയില്ലേ. പിന്നെ ഞാൻ എങ്ങനെ വരാനാണ്? എന്തായാലും നിനക്ക് ഇപ്പോഴെങ്കിലും ഇങ്ങോട്ടേക്ക് വരാൻ തോന്നിയല്ലോ. അങ്ങനെ അമ്മയും മോളും കൂടെ ഒരുപാട് സന്തോഷത്തോടുകൂടി സംസാരിക്കുകയാണ്. അതിൽ വൈജയന്തി പറയുന്നുണ്ട്, എന്തായാലും അലീന എറണാകുളം കേട്ടവള് 2 ദിവസത്തിനകം വീട് വിട്ട് പോകുമെന്നാണ് പറയുന്നത് കേട്ടത്. ആര്? അലീനയോ? മുത്തശ്ശിക്ക് വല്ലാത്തൊരു സങ്കടമൊക്കെ തോന്നുന്നുണ്ട്. അലീനയോട് വല്ലാത്തൊരു സ്നേഹം തോന്നിയിരുന്നു. അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട്, അതെന്തിനാ വൈജയ് അവളെ പറഞ്ഞു വിടുന്നത്? അവള് നിങ്ങളുടെ കൂടെ തന്നെ നിൽക്കില്ലേ? എല്ലാവർക്കും അതൊരു സന്തോഷമാകില്ലേ? ആ വീട്ടിലെ എല്ലാ ജോലികളും ചെയ്ത് ഒരക്ഷരം മിണ്ടാതെ ഒന്നിനോടും പ്രതികരിക്കാതെ അവൾ അവിടെ തന്നെ നിൽക്കില്ലേ? ആര് പറഞ്ഞു? എന്തായാലും എൻ്റെ ഭർത്താവിനെയും മക്കളെയും കൈക്കലാക്കിയ അവളുള്ള വീട്ടിൽ ഒരിക്കലും ഞാനിനി നിൽക്കില്ല. എന്തിനാ വൈജയ് ആ പാവത്തിനോട് നീ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നേ? അവൾ എന്ത് തെറ്റാ നിന്നോട് ചെയ്തത്? നീയല്ലേ അവളോട് തെറ്റ് ചെയ്തത്?
അവൾ എന്ത് ചെയ്തെന്നോ അമ്മയ്ക്കൊന്നും അറിയില്ലേ? എത്ര സന്തോഷത്തോടു കൂടി പോയിരുന്ന കുടുംബം ഞങ്ങളുടേത്. അവൾ വന്നതോടു കൂടിയല്ലേ വീട്ടിൽ പ്രശ്നങ്ങൾ ആരംഭിച്ചത്. അവളെ എല്ലാവരും പറഞ്ഞ് വശത്താക്കി വെച്ചേക്കുമല്ലേ? ഒരിക്കലും ഇല്ല വൈജി, അവള് അങ്ങനത്തെ ഒരു കുട്ടിയല്ല. നിനക്ക് അവളെ മനസ്സിലാകാനായിട്ടാണ്. പിന്നെ ബാലേന്ദ്രന് അഭേദത്തിലുണ്ടായ കുട്ടിയാണ് അവളെ എന്ന് പറഞ്ഞാൽ അത് ഞാൻ വിശ്വസിക്കത്തില്ല. അവളും ബാലേന്ദ്രനും കൂടെ എന്തോ ഒരു അഭേദ ബന്ധമുണ്ട്, അതെനിക്ക് ഉറപ്പാണ്. അത് മറയ്ക്കാൻ വേണ്ടിയാണ് രണ്ടുപേരും കൂടി അച്ഛനും മകളുമായിട്ട് അഭിനയിക്കുന്നത്. ഛേ, നിനക്ക് നാണമില്ലേ വൈജയ്? നിന്റെ സ്വന്തം മോളെക്കുറിച്ച് ഇങ്ങനെയൊക്കെ പറയാൻ. സ്വന്തം മോളോ? അമ്മ എന്തായി പറയുന്നേ? അത് വൈജയ്, അലീന നിന്റെ സ്വന്തം മകള് തന്നെയാണ്, നീ പ്രസവിച്ച മകള്. ഇത് കേട്ടതും വൈജ അടിമുടി വിറയ്ക്കുകയാണ്. അമ്മയ്ക്ക് എന്താ ബുദ്ധിസ്ഥിരത ഇല്ലാതെ പോയോ? ഞാൻ പ്രസവിച്ച എൻ്റെ 3 മക്കള് ആ വീട്ടിൽ തന്നെയുണ്ട്. അപ്പോഴേക്കും അബദ്ധം സംഭവിച്ചു എന്നുള്ള കാര്യം മുത്തശ്ശിക്ക് മനസ്സിലായി. മുത്തശ്ശി പറയുന്നുണ്ട്, ഇടി നിന്റെ 3 മക്കളും അവളെ ചേച്ചി എന്നാണ് വിളിക്കുന്നത്. അതിന് അവർ ചേച്ചി എന്നാണ് വിളിക്കുന്നതെന്ന് കരുതി എൻ്റെ വയറ്റിൽ പിറന്ന അവരുടെ സ്വന്തം ചേച്ചിയാണെന്ന് പറയാൻ അമ്മയ്ക്ക് എന്താ ഇത്ര ഉറപ്പ്? അതിന് ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ. നിന്റെ മക്കൾ 3 പേരും അവളെ സ്വന്തം ചേച്ചിയായിട്ടാണ് കാണുന്നത്. നിന്റെ ഭർത്താവും അവളെ സ്വന്തം മകളെപ്പോലെ തന്നെയാണ് കാണുന്നത്. അങ്ങനെയാകുമ്പോൾ നീ അവളെ പ്രസവിച്ചിട്ടില്ല എന്നല്ലേ ഉള്ളൂ. നീയും അവൾക്ക് അമ്മ തന്നെയല്ലേ? ഇത് കേൾക്കുമ്പോൾ വൈജിക്ക് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. വൈജി പറയുന്നുണ്ട്, അതിന് അവളെ ഏതോ സ്ത്രീ പിഴച്ച് പ്രസവിച്ചതാണ്. എന്നിട്ടിപ്പോൾ അവളെ എൻ്റെ മണ്ടയിലേക്ക് വെക്കുന്നു. അപ്പോഴത്തേക്കിനും അമ്മ ചോദിക്കുന്നുണ്ട്, അതിന് നീയും പിഴച്ച് പ്രസവിച്ചിട്ടില്ലേ വൈജയ്? വൈജയ് അപ്പോൾ ഒന്നും മിണ്ടാതെ നിൽക്കുകയാണ്. ഇപ്പം എന്തിനാ അമ്മ ഇതൊക്കെ പറയുന്നത്? പറയുമ്പോൾ എല്ലാം പറയണ്ടേ? ആഗ്രയിൽ നീ കാണിച്ചു കൂട്ടിയതൊക്കെ. നീ ഒരു കുട്ടിയെ പ്രസവിച്ചതും എല്ലാം നീ മറന്നുപോയോ? എനിക്ക് എല്ലാം നല്ല ഓർമ്മയുണ്ട്. ആ കുട്ടി ഇപ്പോൾ ഉണ്ടായിരുന്നെങ്കിൽ 10-23 വയസ്സ് കണ്ടേനെ. ഞാൻ വിളിച്ചു വരുത്തിയിരുന്നു, നീ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്? ആ അതെ, എപ്പോൾ വന്നാലും ആഗ്രയിലെ കഥയും ആ സ്റ്റാലിൻ ജോസഫിൻ്റെ കാര്യങ്ങളും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കണം. എനിക്കിപ്പോൾ അങ്ങനെ പറയാൻ തോന്നി. നീയും എന്തൊക്കെയാണ് പറയുന്നത്? നീ ഒന്ന് പിഴച്ച് പ്രസവിച്ചത് തന്നെയല്ലേ? നീ പ്രസവിച്ച പോലെ തന്നെ ആരോ പിഴച്ച് പ്രസവിച്ചതാണ് അലീനയും. നിന്റെ മകളും ഇപ്പോൾ ജീവനോടുണ്ടായിരുന്നെങ്കിൽ അലീനയുടെ അതേ പ്രായം കണ്ടേനെ എന്നും പറഞ്ഞുകൊണ്ട് ശാരദാമ്മ പിന്നെ ഒന്നും മിണ്ടാതെ കിടക്കാണ്. അമ്മ കാണാൻ വന്ന എന്നെ പറഞ്ഞാൽ മതിയല്ലോ, ഞാൻ പോവാണ് എന്നും പറഞ്ഞ് വൈജയന്തി അപ്പം തന്നെ അവിടെ നിന്ന് കാറും എടുത്തുകൊണ്ട് പോകുന്നുണ്ട്.